നമ്മൾ ഇന്ന് +1 ഫിസിക്സിൻ്റെ ഫോക്കസ് ഏരിയ ആണ് എടുക്കാൻ പോകുന്നത്. ഇത് ഫിസിക്കൽ വേൾഡും അതുപോലെ തന്നെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് എന്ന ചാപ്റ്ററിലെയും ഫോക്കസ് ഏരിയ ആണ്. ഒരു ക്വിക്ക് റിവിഷനായിട്ട് പോകണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം നമ്മൾ എന്നിട്ട് ലാസ്റ്റിൽ ഈ ഒരു ചാപ്റ്ററിൻ്റെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫോക്കസ് ഏരിയയിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ആണ് ചെയ്യാൻ വിചാരിക്കുന്നത്. 2-3 എണ്ണം അത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു സെക്ഷൻ ഓക്കെ ആവും എനിക്ക് ഉറപ്പുണ്ട്. അപ്പം ആദ്യം തന്നെ ഫിസിക്കൽ വേൾഡാണ്. അതിൽ നിങ്ങളുടെ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് സ്കോപ്പ് ആൻഡ് എക്സൈറ്റ്മെൻറ്റ് ഓഫ് ഫിസിക്സ് ആണ്. 2 ഡൊമൈൻസ് ഉണ്ട്. ആരൊക്കെയാണ്? മാക്രോസ്കോപ്പിക് ഡൊമൈനും ഉണ്ട്, അതുപോലെ തന്നെ മൈക്രോസ്കോപ്പിക് ഡൊമൈനും ഉണ്ട്. മാക്രോ നമ്മൾ എപ്പോഴാണ് പറയുക? വലിയ കാര്യങ്ങൾക്കാണ് മാക്രോ എന്നും, മൈക്രോ എന്ന് പറയുക ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് മൈക്രോ എന്നുമാണ് പറയാം. ഓക്കെ, so macro deals with it's a phenomena at the laboratory terrestrial astronomical scale ആയിരിക്കും. മൈക്രോസ്കോപ്പിക് എന്ന് പറയുമ്പോൾ ചെറുതല്ല, അപ്പം എന്തായിരിക്കും? അറ്റോമിക്, മൊളിക്യുലാർ ഓർ ന്യൂക്ലിയർ ഫിനോമിനയാണ്. നമ്മളുടെ ഈ ക്ലാസിക്കൽ ഫിസിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു മാക്രോസ്കോപ്പിക് ഫിനോമിനയാണ്. ആൻഡ് ഓൾസോ it deals with mechanics, electrodynamics, optics and thermodynamics. Okay, it deals with mechanics, electrodynamics, optics and thermodynamics. ഇതിനെ പറ്റി ജസ്റ്റ് ഒരു ഐഡിയയും കൂടിയും ആണ് ഇതിലുള്ളത്. ഓക്കെ, മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് കൺസേൺഡ് വിത്ത് മോഷൻ ഓഫ് പാർട്ടിക്കിൾസ്. ഒരു പാർട്ടിക്കിൾസിൻ്റെ മോഷനെ വെച്ചിട്ടാണ് നമ്മൾ മെക്കാനിക്സ് പറയാറ്. അല്ലെങ്കിൽ റിജിഡ് ഓർ ഡീഫോമബിൾ ബോഡി, ഒരു ബോഡിയുടെ ഷേപ്പിൽ ചേഞ്ച് വരുത്തുന്നതിലൊക്കെയാണ് നമ്മൾ മെക്കാനിക്സ് കൂടുതലും പറയാറ്. നമ്മൾ റോക്കറ്റ് പ്രൊപ്പൽഷൻ, അതുപോലെ തന്നെ വാട്ടറിൻ്റെ പ്രൊപ്പഗേഷൻ ഓഫ് വാട്ടർ വേവ്സ് ആൻഡ് സൗണ്ട് വേവ്സ്, ഇക്വിലിബ്രിയം ഓഫ് ബെൻഡ് റോഡ് അണ്ടർ എ ലോഡ്. ഒരു ലോഡ് വെച്ചാൽ ഒരു റോഡ് വളയൂല, അതൊക്കെ എന്തിൻ്റെ ഇതാണ്? മെക്കാനിക്സിൻ്റെ ഭാഗമാണ് കേട്ടോ. അതൊക്കെ എന്താണ്? മെക്കാനിക്സ് ആണ്. ഇനിയുള്ളത് ഇലക്ട്രോഡൈനാമിക്സ് ആണ്. ഇലക്ട്രോഡൈനാമിക്സിനെ പറ്റി നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് +2 പഠിക്കാനുണ്ട്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഉണ്ട്, മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം, അതുപോലെ EMI, AC, EM വേവ്സ് പറഞ്ഞിട്ട് 4-5 ചാപ്റ്റേഴ്സ് ഉണ്ട്. സെക്ഷൻ ഫിസിക്സ് പാർട്ട് 1 തന്നെ ഐ തിങ്ക് ഇലക്ട്രോഡൈനാമിക്സ് ആണ്. ആൻഡ് ഇറ്റ് ഡീൽസ് വിത്ത് ഇലക്ട്രിക് മാഗ്നറ്റിക് ഫിനോമിന അസോസിയേറ്റഡ് വിത്ത് ചാർജ് ആൻഡ് മാഗ്നറ്റിക് ബോഡീസ് ആണ്. ആൻഡ് ഈ ഒരു ഇലക്ട്രോഡൈനാമിക്സിലെ ബേസിക് ലോസ് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ഇറ്റ്സ് വാസ് ഗിവൺ ബൈ കൂലോം, ഈസ്റ്റേർട്ട്, ആംപിയർ ആൻഡ് ഫാരഡേ ആണ്. അതുപോലെ ഇത് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്, റെസ്പോൺസ് ടു സർക്യൂട്ട് ടു AC വോൾട്ടേജ്, വർക്കിംഗ് ഓഫ് ആൻറ്റനി ഒക്കെ എന്തിന് എക്സാമ്പിളായിട്ട് പറയാം? ഇലക്ട്രോഡൈനാമിക്സിൻ്റെ യൂസസ് ആയിട്ടൊക്കെ പറയാം. അടുത്തത് ഓപ്റ്റിക്സ്. ഓപ്റ്റിക് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇറ്റ് ഈസ് എ ഫിനോമിനൺ ഓഫ് ലൈറ്റ്. ഇതും നിങ്ങൾക്ക് +2 പഠിക്കാനുണ്ട്. റേ ഓപ്റ്റിക്സ് ആൻഡ് വേവ് ഓപ്റ്റിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. എന്നിട്ട് വർക്കിംഗ് ഓഫ് ടെലിസ്കോപ്പ്, മൈക്രോസ്കോപ്പ് ആൻഡ് കളർ എക്സിബിറ്റഡ് ബൈ തിൻ ഫിലിംസ് ഒക്കെയാണ് ഇതിനൊരു യൂസ് അല്ലെങ്കിൽ എക്സാമ്പിളൊക്കെ ആയിട്ട് പറയാൻ പറ്റും. തെർമോഡൈനാമിക്സ് അടുത്തത്. തെർമോഡൈനാമിക്സ് നിങ്ങൾക്ക് +1 ഫിസിക്സിൽ പഠിക്കാനുണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതൊരു ക്വിക്ക് റിവിഷൻ ആയതുകൊണ്ട് ജസ്റ്റ് ഒരു ഐഡിയ പറയുന്നേ ഉള്ളൂ. ഡീൽസ് വിത്ത് എ സിസ്റ്റം ഓൺ മാക്രോസ്കോപ്പിക് എക്വിലിബ്രിയം. നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ച തെർമോഡൈനാമിക്സിൻ്റെ ഏകദേശം ഒരേപോലെ തന്നെയാണ്. പിന്നെ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്, അത് നിങ്ങൾക്ക് പഠിക്കുമ്പോൾ മനസ്സിലായിക്കോളും. ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി, ടെമ്പറേച്ചർ, എൻട്രോപ്പി ഓഫ് സിസ്റ്റം ത്രൂ ദി എക്സ്റ്റേർണൽ വർക്ക് ആൻഡ് ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ഒക്കെയാണ് തെർമോഡൈനാമിക്സ്. പിന്നെ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എഫിഷ്യൻസി ഓഫ് ഹീറ്റ് എൻജിൻ, റെഫ്രിജറേറ്റർ, ഡയറക്ഷൻ ഓഫ് ഫിസിക്കൽ ഓർ കെമിക്കൽ പ്രോസസ്സ് ഒക്കെയാണ് ഇത് തെർമോഡൈനാമിക്സിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറയും. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് മാക്രോസ്കോപ്പിക് ഡൊമൈൻ ആയിരുന്നു. ഇനി മൈക്രോസ്കോപ്പിക് ഡൊമൈനാണ്. മൈക്രോസ്കോപ്പിക് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചെറിയ സാധനങ്ങളിൽ വെച്ചിട്ടാണ് പറയുക. നമ്മളുടെ അറ്റോമിക്, മോളിക്യുലാർ സൈസ് അതൊക്കെയാണ് മൈക്രോസ്കോപ്പിക് എന്ന് പറയുക. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സ്ട്രക്ചർ ഓഫ് മാറ്റർ അറ്റ് ദ മൈന്യൂട്ട് സ്കെയിൽ ഓഫ് ആറ്റം. ഒരു ആറ്റത്തിൻ്റെ ചെറിയ സ്കെയിൽ വെച്ചിട്ടാണ് നമ്മൾ പറയാറ്, അല്ലെങ്കിൽ ന്യൂക്ലിയൻ്റെ. കൂടുതലും ഇൻട്രാക്ഷൻ വിത്ത് ഇലക്ട്രോൺസ്, ഫോട്ടോൺസ് ആൻഡ് അതർ എലമെൻ്ററി പാർട്ടിക്കിൾസ് ആണ്. ഇലക്ട്രോൺസിൻ്റെയും പ്രോട്ടോൺസിൻ്റെയും ഒക്കെ ഇലക്ട്രോണിൻ്റെ മാസ് എന്ന് പറയുന്നത് 9.1 × 10⁻31 ആണ്. അത്രക്കും ചെറിയ സാധനങ്ങളാണ് ഇലക്ട്രോണും അതുപോലെ തന്നെ പ്രോട്ടോണൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഇതുമായിട്ട് കമ്പയർ ചെയ്യുന്നതാണ് ഈ മൈക്രോസ്കോപ്പിക് ഡൊമെയിൻ.
ഇനി ഫിസിക്സ് കവേഴ്സ് എ റേഞ്ച് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ലെങ്ത് മാസ് ടൈം എനർജി എക്സെട്ര. ഇപ്പം ഇലക്ട്രോണിൻ്റെ മാസ് ഞാൻ പറഞ്ഞു 10⁻⁻31 ആണ് അതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഇസ് ലെസ് ദാൻ 10⁻⁻14 ആണ്. ഇത് 10⁻⁻14 ആട്ടോ. അതുപോലെ മാക്രോസ്കോപ്പിക് നമ്മൾ എങ്ങനെയാണ് പറയാറ്, വലുത് എന്നല്ല. അപ്പം അതിൻ്റെ മാസ് 10⁻26 വലുതാണ്. അതുകൊണ്ടാണ് 10⁻26 സ്കെയിൽ ഓഫ് ഗാലക്സി ഓർ ഈവൻ അവർ യൂണിവേഴ്സ് ഒക്കെയാണ് മൈക്രോസ്കോപ്പിക്കിൽ നമ്മൾ പറയാറ്. ഇതൊക്കെ ഇതിൻ്റെ റേഞ്ചുകളാണ്. നിങ്ങളതൊന്ന് നോക്കി വെച്ചാൽ മതി. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് ഇനിയും കുറേ റേഞ്ചുകൾ. നിങ്ങളുടെ ഈ മൈക്രോസ്കോപ്പിക് ഡൊമെയിൻ എന്ന് പറയുന്നവരുടെ പേജ് നമ്പർ 3 നിങ്ങൾക്ക് കാണാം, ലാസ്റ്റ് പാരഗ്രാഫിൽ. അത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചോളാണ്ടി. പിന്നെ ഈ നിങ്ങളുടെ ഫോക്കസ് ഏരിയയിലുള്ള ഏകദേശം കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലല്ലാത്ത ഒന്നാണ് ഫണ്ടമെൻ്റൽ ഫോഴ്സസ്. ഇത് പറയുന്ന ആവശ്യം എന്താണെന്ന് വെച്ചാൽ കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയയിൽ നിന്ന് വന്നിട്ടുണ്ട്. അഥവാ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. അതുകൊണ്ടാണ് ഫണ്ടമെൻ്റൽ ഫോഴ്സസ് 4 എണ്ണം ഉണ്ട്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ഉണ്ട്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ട്, അതുപോലെ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സും ഉണ്ട്. ഇതിൽ ഏറ്റവും വീക്കസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയരുത്. ഇറ്റ് ഈസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ് ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സ്. പിന്നെയാണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് വരുന്നത്. പിന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ആണ്. പിന്നെ ആരാണ്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പോൾ ദ സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ആരാണ്? സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സും വീക്കസ്റ്റ് ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. വീക്കസ്റ്റ് ഫോഴ്സ് പറയുമ്പോൾ പോലെ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയാൻ പാടില്ല, തെറ്റിപ്പോകും. ഇനി നമുക്കുള്ളത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റിലാണ്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റിൽ നമ്മളുടെ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ആണ്. അതിൽ ആദ്യം തന്നെ CGS സിസ്റ്റം ഉണ്ട്, പിന്നെ FPS സിസ്റ്റം ഉണ്ട്, പിന്നെ MKS സിസ്റ്റം ഉണ്ട്. CGS സിസ്റ്റം എന്ന് പറഞ്ഞാൽ സെൻറ്റിമീറ്റർ ഗ്രാം സെക്കൻഡ് സിസ്റ്റമാണ്. അതിൽ നമ്മൾ സെൻറ്റിമീറ്റർ ആണ് പറയുക. ഇപ്പോഴും നമ്മൾ കൂടുതലും പറയാറുണ്ട് നമ്മളുടെ സെൻറ്റിമീറ്റർ സ്കെയിലാണെന്ന് പറയാറില്ലേ. 15 സെൻറ്റിമീറ്ററിൻ്റെ സ്കെയിലാണ് കൂടുതൽ നമ്മൾ യൂസ് ചെയ്യാറെന്നൊക്കെ പറയാറില്ലേ. അതൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ പിന്നെ ഫുഡ് പൗണ്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതൊരു പഴയ സിസ്റ്റമാണ്, എന്നാലും നമ്മൾ പഠിച്ചെടുക്കേണ്ടതാണ് ഫുഡ് പൗണ്ട് സിസ്റ്റം. പിന്നെ MKS സിസ്റ്റം മീറ്റർ കിലോഗ്രാം സെക്കൻഡ്. ഇതാണ് സത്യത്തിൽ നമ്മളൊക്കെ യൂഷ്വലി യൂസ് ചെയ്യുന്ന സിസ്റ്റം. പിന്നെ ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് സിസ്റ്റമാണ് എന്ത്? SI സിസ്റ്റം, സ്റ്റാൻഡേർഡ് ഇൻ്റർനാഷണൽ. അത് എന്താ പറയുക, ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് സിസ്റ്റമാണ്, ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്. ഓക്കെ. അപ്പം ആരാണ് സിസ്റ്റമേ ഇൻ്റർനാഷണൽ എന്നാട്ടോ പറയാം നമ്മൾ. അത് എന്താണ്? ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ആണ്. ഇനി 7 ബേസിക് യൂണിറ്റ്സ് ഉണ്ട്. ഈ 7 ബേസിക് യൂണിറ്റ്സിന് പുറമേ എന്തുണ്ട്? 2 അല്ലാത്തതും ഉണ്ട്. ആരാണ്? പ്ലെയിൻ ആംഗിൾ ഉണ്ട്, സോളിഡ് ആംഗിൾ ഉണ്ട്. പ്ലെയിൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? റേഷ്യോ ഓഫ് ലെങ്ത് ഓഫ് ആർക്ക് ടു റേഡിയസ്. നമുക്ക് DL/DR എന്ന് പറയാം. ഓക്കെ. ഇനി സോളിഡ് ആംഗിൾ ആണെങ്കിലോ, ആംഗിളും കൂടി എഴുതുമ്പം സ്പേസ് കുറയുന്നതുകൊണ്ടാണ് കേട്ടോ. ആംഗിൾ എഴുതാതെ ആംഗിൾ ഉണ്ട് കേട്ടോ, ആംഗിൾ ഉണ്ടെന്ന് കൂട്ടിക്കോളി. സോളിഡ് ആംഗിൾ എന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ് ഇൻ്റർസെപ്റ്റഡ് ഏരിയ ടു സ്ക്വയർ ഓഫ് റേഡിയസ് ആണ്. അതായത് ഏരിയ ബൈ സ്ക്വയർ ഓഫ് റേഡിയസ് അല്ലേ, അപ്പം DR². ഇതാണ് സോളിഡ്സ് ആംഗിളും. അതുപോലെ പ്ലെയിൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ് ലെങ്ത് ഓഫ് ആർക്ക് ടു റേഡിയസ് ആണ്. ഇത് രണ്ടിനും എന്തില്ല? ഡൈമെൻഷൻ ഇല്ല. യൂണിറ്റ് എന്താണെന്ന് വെച്ചാൽ റേഡിയൻ ആണ്. എപ്പോഴും ആംഗിളിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ റേഡിയൻ ആയിട്ടാണ് പറയാറ്. ആംഗിളിൻ്റെ യൂണിറ്റ് എപ്പോഴും റേഡിയൻ ആയിട്ടാണ് പറയാറ്. ആംഗിളിൻ്റെ യൂണിറ്റ് എന്താണ്? റേഡിയൻ. ഓക്കെ. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ട് 7 ബേസിക് യൂണിറ്റ്സ് ഉണ്ട്. ആദ്യത്തത് ലെങ്ത് ആണ്. ലെങ്ത്തിന് നമ്മൾ L ആയിട്ട് പറയാറുണ്ട്, ഹൈറ്റ് ആയിട്ട് H പറയാറുണ്ട്, അതുപോലെ റേഡിയസ് ആയിട്ട് R പറയാറുണ്ട്. കാണുന്നില്ലേ? ഞാൻ മായ്ച്ചു തരാം. ലെങ്ത് പറയാറുണ്ട്,
ഹൈറ്റ് പറയാറുണ്ട്, റേഡിയസ് പറയാറുണ്ട്. അപ്പോൾ ഈ ലെറ്ററിലൊക്കെ നമ്മൾ ലെങ്ത്തിനെ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. ഇപ്പം 6 റേഡിയസ് ആണ് വന്നെങ്കിൽ അവിടെ ലെങ്ത് ആണ് കൊടുക്കേണ്ടത്. ഹൈറ്റ് ആണ് തന്നതെങ്കിലും അവിടെ റേഡിയസ് ആണ് കൊടുക്കേണ്ടത്. ഡിസ്റ്റൻസ് ആണ് തന്നെങ്കിൽ അവിടെ റേഡിയസ് ആണ് കൊടുക്കേണ്ടത്. ഒരു ലെങ്ത് അല്ലേ. അതിന് നമ്മൾ മീറ്ററിലാണ് അതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അത് എം വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. മാസിനെ നമ്മൾ എം ആയിട്ടാണ് പറയുക. പക്ഷെ മാസിൻ്റെ യൂണിറ്റ് എന്താ? കിലോഗ്രാം. എം അല്ല കേട്ടോ, കിലോഗ്രാം. കിലോഗ്രാം നമ്മൾ കെ ജിയിലാണ്. ഇത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നതാണ് കിലോഗ്രാം. ടൈം നമ്മൾ സ്മോൾ ടി വെച്ചിട്ടാണ്, ക്യാപിറ്റൽ ടി അല്ല. ടൈം യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ആണ്. സെക്കൻഡ് നമ്മൾ എസ് എന്നല്ല എഴുതുക. നമ്മൾ ഇതിൽ നമുക്ക് ഹവർ പറയാം, പക്ഷെ ഏറ്റവും നല്ലത് ഹവർ മിനിറ്റിനെക്കാട്ടിലും സ്റ്റാൻഡേർഡ് ആയിട്ട് പറയുന്ന ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ സെക്കൻഡ് കൊടുക്കുന്നത്. കറണ്ടിനെ നമ്മൾ ഐ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഇലക്ട്രിക് കറണ്ടിൻ്റെ ഐ വെച്ചിട്ടാണ്. ഇലക്ട്രിക് കറണ്ടിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ആംബിയർ ആണ്. ആംബിയർ എ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യാറ്. ഇനി ടെമ്പറേച്ചർ നമ്മൾ ക്യാപിറ്റൽ ടി വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ക്യാപിറ്റൽ ടി. സ്മോൾ ടി ആണെങ്കിൽ എന്താണ്? ടൈമാണ്. ക്യാപിറ്റൽ ടി ആണെങ്കിൽ എന്താണ്? ടെമ്പറേച്ചറാണ്. ടെമ്പറേച്ചറിൻ്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് കെൽവിൻ. കെ വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറ്. പിന്നെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എൻ എന്ന് പറയുന്നത് നമ്മൾ ഏത് കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എൻ എന്ന് പറഞ്ഞാൽ സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട്. മോൾസ് ആണ് അതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ. നമ്മൾ അവഗാഡ്രോ പഠിച്ചിട്ടില്ലേ, ആ എൻ ആണ് ഇത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബേസിക് യൂണിറ്റ് മോളാണ്. നമ്മൾ MOL എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യാറ്. അടുത്തത് ലുമിനസ് ഇൻറ്റൻസിറ്റി LV ആണ്. അത് നമ്മൾ കണ്ടേലാണ് അതിൻ്റെ യൂണിറ്റ്. കാൻഡല അതിന് CD ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യാറ്. ഈ ലുമിനസ് ഇൻറ്റൻസിറ്റിൻ്റെ യൂണിറ്റ് മറന്നു പോകാതിരിക്കാൻ പറഞ്ഞുതരാം. ലുമിനസ് ഇൻറ്റൻസിറ്റി കണ്ടില്ല. ഓക്കെ. അടുത്തത് ഡൈമെൻഷൻസ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്. ഇത് നിങ്ങളുടെ ഫോക്കസ് ഏരിയയിലില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാണ്. ഒരു ഡൈമെൻഷൻ എന്ന് പറഞ്ഞാൽ ഡൈമെൻഷൻ ടു എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആർ ദ പവർ ടു വിച്ച് ദ ടു എന്നാണ് കേട്ടോ. പവർ ടു വിച്ച് ദ ബേസ് ഓഫ് ദ ക്വാണ്ടിറ്റി ആർ റേസ്ഡ് ടു റെപ്രസെൻറ്റ് ദ ക്വാണ്ടിറ്റീസ്. ഓക്കെ. ബിഫോർ ദാറ്റ് ഒരു മിനിറ്റ്, നിങ്ങൾ നമ്മളുടെ ഈ ഒരു ടേബിളില്ലേ, ഈ ഒരു ടേബിൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 17 ആ 17 നിങ്ങൾ എന്തായാലും ഒന്ന് നോക്കി വെക്കണം. കാരണം ലെങ്ത്തിനൊരു ഡെഫിനിഷൻ ഉണ്ട്. ആ ഡെഫിനിഷനും ലെങ്ത്തിൻ്റെ ഡെഫിനിഷനും അതുപോലെ ടൈമിൻ്റെ ഡെഫിനിഷനും നിങ്ങളൊന്ന് നോക്കി വെക്കണം. കാരണം അവിടെ ആ രണ്ടിനും നമ്പർ നിങ്ങളൊന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ടാണ്, എന്നോട് മറന്നു പോയതായിരുന്നു, ഇപ്പം എനിക്ക് ഓർമ്മ വന്നുകൊണ്ട് പറഞ്ഞാണ്. പേജ് നമ്പർ 17 നിങ്ങൾക്ക് കാണാം ഒരു ടേബിള്. ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്ന ടേബിളാണ്. പക്ഷെ അതിൻ്റെ എല്ലാത്തിൻ്റെയും ഡെഫിനിഷൻസ് ഉണ്ട്. അതിൽ ലെങ്ത്തും ടൈമും ഒന്ന്, അതുപോലെ മാസും, അത് മൂന്നും നിങ്ങളൊന്ന് നോക്കി വെച്ചേക്കാണ്ടി. അപ്പം നമ്മൾ ഡൈമെൻഷൻസ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിരുന്നു പറഞ്ഞത്. ഡൈമെൻഷൻ എന്ന് പറഞ്ഞാൽ dimension to a physical quantities are the power to which base of the quantities are raised to represent the quantity. ഒരു ക്വാണ്ടിറ്റീനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഈ ഡയമെൻഷൻസ് പറഞ്ഞത്. ഇപ്പം മാസ് എന്ന് പറയുമ്പോൾ M തന്നാൽ നമുക്ക് വേഗം മനസ്സിലാകാം അത് മാസാണ്. L തന്നാൽ നമുക്ക് മനസ്സിലാകാം അത് ലെങ്ത് ആണ്. T തന്നാൽ ടൈമാണെന്ന് മനസ്സിലാകും. ഇനി ഫോഴ്സ് എങ്ങനെ വന്നു എന്ന് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും, പറഞ്ഞുതരാം. അതിൻ്റെ മുന്നേ ഒരു സെക്കൻഡ് ഇതൊന്ന് മായ്ച്ചാളട്ടെ. നമ്മൾ വെലോസിറ്റി എന്താ? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം അല്ലേ. ഡിസ്റ്റൻസ് ബൈ ടൈം എന്താണ്? സ്പീഡാണ്. വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. അപ്പോൾ നമ്മൾ ഡിസ്റ്റൻസിന് നമ്മൾ എങ്ങനെ എഴുതുക? മീറ്റർ. ലെങ്ത് അല്ലേ ഡിസ്പ്ലേസ്മെൻ്റ് ഒക്കെ പറഞ്ഞ ഒരു ലെങ്ത്, ഒരു ഡിസ്റ്റൻസ്, ഒരു മെഷർ അല്ലേ, ഒരു ലെങ്ത്തിൻ്റെ മെഷറാണ്. അതുപോലെ ടൈം നമ്മൾ T വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യാറ്. ക്യാപിറ്റൽ T ആട്ടോ എഴുതേണ്ടത് ഇവിടെ. ഡയമെൻഷൻ ഫോർമുല നമ്മൾ ടൈമിന് T വെച്ചിട്ടാണ്. ടെമ്പറേച്ചർ നമ്മൾ കെൽവിൻ വെച്ചിട്ടാണ് എഴുതാറ്. ഓക്കെ. അപ്പം ഇതിൻ്റെ ഈ ടീനെ നമ്മൾ മേലോട്ട് എടുത്ത് അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? LT⁻⁻1 എന്ന് എഴുതാം. LT⁻⁻1 എന്ന് എഴുതി ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കണേ. ഇങ്ങനെയാണ് ഡയമെൻഷൻ ഫോർമുല എഴുതാറ്. ഇനിയിപ്പം നമ്മൾ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വെലോസിറ്റി ബൈ ടൈം അല്ലേ. ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി ബൈ ടൈം ആണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? LT⁻⁻1 ആണ് എന്ത്? വെലോസിറ്റീൻ്റെ ഡയമെൻഷൻ ഫോർമുല. അപ്പോൾ അത് നമുക്ക് എഴുതാം.
ഡിവൈഡഡ് ബൈ ടൈം. അപ്പം നമുക്ക് എന്ത് കിട്ടി? എൽ ടി റേസ് ടു, ഈ ടീനെ മേലോട്ട് എടുക്കാം, എൽ ടി റേസ് ടു -2. അപ്പോൾ ആക്സിലറേഷൻ്റെ ഡയമെൻഷൻ ഫോർമുല എന്താണ്? എൽ ടി റേസ് ടു -2. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാകും എങ്ങനെയായിരിക്കും ഫോഴ്സിൻ്റെ എഴുതാന്ന്. ഫോഴ്സിൻ്റെ ഫോർമുല എങ്ങനെ എഴുതുക? ഫോഴ്സ് ഇസ് ഈക്വൽ ടു ma, മാസ് ഇൻറ്റു ആക്സിലറേഷൻ. മാസിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക? മാസ് m. ആക്സിലറേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൽ ടി റേസ് ടു -2 നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. വെലോസിറ്റി ആണെങ്കിൽ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ചെയ്യുക, ആക്സിലറേഷൻ ആണെങ്കിൽ വെലോസിറ്റി ബൈ ടൈം ചെയ്താൽ ഈ ഒരു ഇക്വേഷൻ കിട്ടും. അങ്ങനെയാണ് ഈ ഫോർമുല കിട്ടിയത്. ഓക്കെ, ഇതാണ് ഡയമെൻഷൻ ഫോർമുല. ഇനി ഡയമെൻഷണൽ അനാലിസിസ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ ആണ് പറയാൻ പോകുന്നത്. ഇതാണ് നിങ്ങളുടെ ഫോക്കസ് ഏരിയയിൽ ഏറ്റവും കൊടുത്തിട്ടുള്ള സംഗതി എന്ന് പറഞ്ഞാൽ അതിൽ രണ്ട് ടോപ്പിക് ഉണ്ട്. ആദ്യത്തെ തന്നെ ചെക്കിംഗ് ദ ഡയമെൻഷണൽ കൺസിസ്റ്റൻസി ഓഫ് ഇക്വേഷൻ. അത് കറക്റ്റ് ആണോ എന്ന് നോക്കുന്നതാണ് ആദ്യത്തെ ഇക്വേഷൻ, ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ. രണ്ടാമതെന്ന് പറഞ്ഞത് അതിൻ്റെ റിലേഷൻ കണ്ടുപിടിക്കുക, ഡെഡ്യൂസിങ്, ഡി ആണ് കേട്ടോ, ആറല്ല, ഡെഡ്യൂസിങ് ദ റിലേഷൻ എമംഗ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഇതാണ് രണ്ടാമത്തത്. അപ്പം നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് എന്താണ്? ചെക്കിംഗ് ഡയമെൻഷണൽ കൺസിസ്റ്റൻസി ഓഫ് ഇക്വേഷൻ. ഞാൻ ഇപ്പോൾ ഒരു ബോക്സ് വരയ്ക്കുന്നുണ്ടല്ലേ, ഈ ബോക്സ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. VVIP ആണ് കേട്ടോ, VVIP വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻ ആണ് ഇതിൻ്റെ ഈ കൺസിസ്റ്റൻസി നോക്കാനുള്ള ഏറ്റവും ഇത് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻ ആണ്. ഇതെന്ന് പറഞ്ഞാൽ ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ഇക്വേഷൻ. ഒരു ഇക്വേഷൻ ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടുപിടിക്കലാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്ന് പറഞ്ഞാൽ കറക്റ്റ്നെസ് ഓഫ് ഇക്വേഷൻ ആണ്. ഇഫ് ഓൾ ദ ടേംസ് ഓഫ് ദ ഡയമെൻഷൻ ആർ നോട്ട് സെയിം, ഇപ്പോൾ എല്ലാവരും സെയിം അല്ലെങ്കിൽ അത് എന്തായിരിക്കും? ഇക്വേഷൻ തെറ്റായിരിക്കും. ഇപ്പോൾ വെലോസിറ്റിക്ക് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റിന് പകരം മീറ്റർ പെർ ടൈം ആണ് കൊടുത്തതെങ്കിൽ നമുക്ക് മീറ്റർ ആണ് സത്യത്തിൽ മീറ്റർ പെർ സെക്കൻഡ് ആണല്ലോ, പക്ഷെ നമ്മൾ എല്ലിന് പകരം m ആണ് കൊടുത്തതെങ്കിൽ സാധനം തെറ്റും. അപ്പം ദ ഇക്വേഷൻ ഇസ് റോങ്. ഇനി ഡയമെൻഷണൽ കൺസിസ്റ്റൻസി ഡസ് നോട്ട് ഗ്യാരണ്ടി ദ കറക്റ്റ് ഇക്വേഷൻ. ഇനിയിപ്പോൾ വിചാരിക്കുക അത് എന്താണ് ഡയമെൻഷനലി കറക്റ്റാണെന്ന് വിചാരിക്കുക. ഇപ്പം നമുക്കൊരു സാധനം ml² t⁻² എന്തിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്നറിയോ? ഇത് വർക്കിൻ്റെ ഡയമെൻഷണൽ ഫോർമുലയാണ്. എന്തിൻ്റെ? വർക്കിൻ്റെ ഡയമെൻഷണൽ ഫോർമുലയാണ്. പക്ഷെ അപ്പം നമ്മളൊരു ഇക്വേഷൻ എഴുതിയിട്ട് നമുക്ക് ml² t⁻² കിട്ടി. അപ്പം നമ്മൾ വർക്കാന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റൂല. കാരണം ടോർക്ക് നിങ്ങൾ എന്തായിരുന്നു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് എന്ന ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആ ചാപ്റ്ററിലുണ്ട് ടോർക്കൊക്കെ. അപ്പോൾ ഈ ടോർക്കിൻ്റെയും SI യൂണിറ്റ് ഡയമെൻഷണൽ ഫോർമുല എന്ന് പറഞ്ഞാൽ ml² t⁻² ആണ്. അപ്പം നിങ്ങൾക്കൊരു ഒരു ഇത് ഡയമെൻഷണൽ ഫോർമുല കിട്ടി, അത് ഇതാണെന്ന് ഉറപ്പിക്കാനൊന്നും പറയില്ല. ഇറ്റ് ഡസ് നോട്ട് ഗ്യാരണ്ടി കറക്റ്റ് ഇക്വേഷൻ. ഉറപ്പിച്ചിട്ടൊന്നും നമുക്ക് കിട്ടുമൊന്നുമില്ല കറക്റ്റ് ഇക്വേഷൻ. അതേ സെൻറ്റൻസ് ആണ് ഞാൻ ഇവിടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നേ ഉള്ളൂ. ഇഫ് ആൻ ഇക്വേഷൻ ഫെയിൽസ് ഇസ് കൺസിസ്റ്റൻസി ടെസ്റ്റ് ഇറ്റ് പ്രൂവ്ഡ് റോങ്. അത് തെറ്റാണെങ്കിൽ എന്താണ് LHS = RHS കിട്ടിയിട്ടില്ലെങ്കിൽ, നോട്ട് ഈക്വൽ ടു RHS ആണെങ്കിൽ ഇറ്റ് പ്രൂവ്ഡ് റോങ്. ബട്ട് LHS = RHS ആണെങ്കിൽ അത് ഇതിൻ്റെ ഇക്വേഷൻ തന്നെ ആയിരിക്കണം എന്നൊന്നും ഇല്ല, വേറെയും ആവാം. അതാണ് അവർ ഉദ്ദേശിച്ചത്. ഓക്കെ, the next it is dimensionally correct equations need not be actually exact dimensions, but ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഇതാണ് സാധനം. LHSഉം RHSഉം സെയിം ആണെങ്കിൽ അവർ എക്സാക്ട് ഇക്വേഷൻ ആയിക്കോളണമെന്ന് ഇല്ല, കാരണം ഈക്വൽ ആയിക്കോളണമെന്നില്ല. പക്ഷെ അവർ തെറ്റാണെങ്കിൽ ഉറപ്പായിട്ടും അവർ കൺസിസ്റ്റൻസ് അല്ല, അവർ എന്താ പറയുക തീരെ മാച്ചില്ല. ഈ LHSഉം RHSഉം ഈക്വൽ ആണെങ്കിൽ ഏകദേശമൊക്കെ ഈക്വൽ ആണ്, പക്ഷെ ഉറപ്പിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റില്ല അതാ ഇന്ന കോമ്പൗണ്ട് ഇന്ന ക്വാണ്ടിറ്റി ആണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പക്ഷേ ഈ എന്താ LHS നോട്ട് ഈക്വൽ ടു RHS ആണെങ്കിലും നമുക്ക് ഉറപ്പിച്ച് പറയാം ഇത് ഇന്ന ക്വാണ്ടിറ്റി അല്ല എന്ന് പറയാം. പക്ഷേ LHSഉം RHSഉം ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി ആണെന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, അല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം
ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ വർക്കിൻ്റെ അതേ ഡയമെൻഷണൽ ഫോർമുലയാണ് ആർക്കുള്ളത്, ടോർക്കിനുള്ളത്. അതുപോലെ നമ്മൾ ഇപ്പം ആംഗിൾ എടുത്ത ആംഗിളിൻ്റെത് റേഡിയൻ അല്ല, അങ്ങനെ കുറേ ഒരേ ഡയമെൻഷണൽ ഫോമുലുള്ള കുറേ പേരുണ്ട്. അപ്പം നമുക്കതിന് ഡൗട്ട് വരും. അതുകൊണ്ട് അല്ലെങ്കിൽ ഇത് ഇത് നിങ്ങൾ ഇങ്ങനെ നോക്കിയാൽ മതി, ഈ LHS ഈക്വൽ ടു RHS അല്ലെങ്കിൽ എന്തായാലും ഒരു കൺസിസ്റ്റൻ്റ് അല്ല. ഓക്കെ, അത് മാത്രം ആലോചിച്ചാൽ മതി. അപ്പോൾ നമ്മൾക്ക് ഒരു പ്രോബ്ലം ചെയ്യാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സാമ്പിൾ തന്നെയാണ്, 2.15 എക്സാമ്പിളാണ്. ലെറ്റ് us കൺസിഡർ ദ ഇക്വേഷൻ. ഇതാണ് ഇക്വേഷൻ കേട്ടോ. ½ mv² ഈക്വൽ ടു mgh. m is mass, v is velocity, g is acceleration due to gravity, h is height. Check whether this equation is dimensionally correct. ഒരു സംഭവം ഡയമെൻഷനലി കറക്റ്റ് ആണെങ്കിൽ നമ്മൾ എടുക്കേണ്ട ഇക്വേഷൻ ഏതാ? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ആണ്. ഏതാണ്? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. ഓക്കെ, അപ്പം ഒരു ഇക്വേഷൻ കറക്റ്റ് ആണോ അല്ലേ നോക്കേണ്ട ഇക്വേഷൻ ഏതാണ്? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. അതെങ്ങനെയാണ് നോക്കേണ്ടത്? LHS ഈക്വൽ ടു RHS ആയിരിക്കണം. അപ്പം LHS ഈക്വൽ ടു RHS ആയിരിക്കണം. ഓക്കെ, ഇവിടെ LHS എന്താണ്? ½ mv² ആണ്. ½ mv² ആണ്. ഹാഫിന് ഡയമെൻഷണൽ ഫോർമുല ഇല്ല, ഡയമെൻഷനലി ആട്ടോ നോക്കണം നമ്മൾ. അപ്പം ഇതിന് ഡയമെൻഷണൽ ഈ ഹാഫിന് ഡയമെൻഷണൽ ഫോർമുല ഇല്ല. എമ്മിന് ഡയമെൻഷണൽ ഫോർമുല m തന്നെയാണ്. വെലോസിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് LT⁻⁻1 ആണ്. അതിനൊരു സ്ക്വയറും കൂടെ ഉണ്ട്. കണ്ടില്ലേ, ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട് കേട്ടോ. കണ്ടോ, ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട്, അതും കൂടെ എഴുതണം. അപ്പം mL² T⁻⁻2 ആണ് എന്ത്? LHS എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് RHS നോക്കാം. RHS എന്താണെന്ന് നോക്കാം. M ഉണ്ട്, G ഉണ്ട്, H ഉണ്ട്. mgh ഉണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുമോ? m ആണെന്ന് പറയാം. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി LT⁻⁻2 എന്ന് എഴുതാം. h L എന്ന് എഴുതാം. അപ്പം നമുക്ക് ഇതൊക്കെ കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ m, ഈ എല്ലും മൾട്ടിപ്ലൈ ചെയ്താൽ L², ഇത് T⁻⁻2. അപ്പം നമുക്ക് എന്ത് കിട്ടി? ഈ LHS ഈക്വൽ ടു RHS ആണെന്ന് കിട്ടിയില്ലേ? അപ്പം നിങ്ങൾ ഫൈനലി എന്ത് എഴുതണം? LHS ഈക്വൽ ടു RHS എന്ന് ഹെൻസ് പ്രൂവ്ഡ് എന്ന് എഴുതണം. ഓക്കെ, അതാണ് നിങ്ങളോട് ചോദിച്ചത്. LHS ഈക്വൽ ടു RHS എന്ന് നിങ്ങൾ അവസാനം എഴുതിയിട്ട് ഇങ്ങനെ എഴുതി വെക്കണം. അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു എന്ന് എഴുതി വെക്കണം കേട്ടോ. ഇനി നമ്മൾ വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണ്. ഇത് പക്ഷേ LHS ഈക്വൽ ടു RHS മെത്തേഡാണെങ്കിലും നമ്മൾ ഡയമെൻഷണൽ മെത്തേഡല്ല, വേറൊരു മെത്തേഡാണ്. എന്നാലും ഇത് ചെയ്ത് നോക്കി. The SI unit of energy is joule is kilogram meter square second raised to -2. Kilogram meter square second raised to -2. That is speed v എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് ആണ്. ആൻഡ് ആക്സിലറേഷൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. വിച്ച് ഫോർമുല ഓഫ് കൈനറ്റിക് എനർജി ഈസ് ഗിവൺ ബിലോ? ക്യാൻ യു റൂൾ ഔട്ട് ദ ബേസിസ് ഓഫ് ഡയമെൻഷണൽ ആർഗ്യുമെൻറ്റ്? അപ്പം ഇതിലേതാണ് ശരി എന്നാണ് ചോദിക്കുന്നത്, കൈനറ്റിക് എനർജിൻ്റെത്. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കിലോഗ്രാം മീറ്റർ സ്ക്വയർ സെക്കൻഡ് റേസ് ടു -2 ആണ് ഇതിൻ്റെ യൂണിറ്റ് എന്ന്. അപ്പം ഇതേ യൂണിറ്റ് ഇതിൽ ആർക്കാണുള്ളത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ഈ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ അറിയുന്നവർക്ക് പെട്ടെന്ന് ആൻസർ കിട്ടിയിട്ടുണ്ടാകും. അറിയാത്തവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി നിങ്ങൾ RHS എഴുതി നോക്കാം. എ എഴുതാം. ഏണ്ടതെന്ന് പറഞ്ഞാൽ m⁻², m² ആണ്. m² വെലോസിറ്റി LT⁻⁻1 ഹോൾ സ്ക്വയർ ആണ്, ഹോൾ ക്യൂബ് ആണ്. അപ്പം നമുക്ക് എങ്ങനെ എന്ത് കിട്ടി? m² L⁻3 T⁻⁻3 കിട്ടി. അപ്പം ഇതാണോ ഇതല്ല കണ്ടുപിടിക്കേണ്ടത്, നമ്മൾ അതിൻ്റെ യൂണിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്, ഡയമെൻഷനൽ അല്ല. അതുകൊണ്ട് ഈ മെത്തേഡല്ല നോക്കേണ്ടത്, യൂണിറ്റ് അല്ല കണ്ടുപിടിക്കേണ്ടത്, ഡയമെൻഷനാണ് കേട്ടോ. ഡയമെൻഷൻ അല്ല, യൂണിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം എന്താന്ന് വെച്ചാൽ മാസിൻ്റെത് കിലോഗ്രാം ആണ്, കിലോഗ്രാം സ്ക്വയർ ആണ്. വെലോസിറ്റിൻ്റെത് എന്താണ്? വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡ് ഇവിടെ തന്നിട്ടുണ്ട്, മീറ്റർ പെർ സെക്കൻഡ് ദ ഹോൾ ക്യൂബ് ആണ്. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ എങ്ങനെ പറയാം? കിലോഗ്രാം സ്ക്വയർ മീറ്റർ ക്യൂബ് സെക്കൻഡ് റേസ് ടു -3 എന്ന് പറയും.
ഇതാണോ നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻ? നമുക്ക് തന്നിട്ടുള്ള, അതായത് കൈനറ്റിക് എനർജീൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് അതാണോ? അല്ല, നമ്മൾ കിലോഗ്രാം മീറ്റർ സ്ക്വയർ സെക്കൻഡ് റേസ് ടു -2. ഇനി അടുത്തത് ഹാഫ് mv² ആണ്. ബി എന്ന് പറയുന്നത് ഹാഫ് mv² ആണ്. ഹാഫ് mv² എന്ന് പറയുമ്പം നമ്മൾക്ക് ഹാഫിന് നമ്മൾ യൂണിറ്റ് ഇല്ലല്ലോ. പിന്നെ മാസ് എമ്മിന് കിലോഗ്രാം ആണ് നമ്മൾ കൊടുക്കാറ്. v² എന്ന് പറയുന്നത് LT⁻⁻1² ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? LT⁻⁻1 അല്ല, ഡയമെൻഷനും ഇതും കൂടി ഒന്നിച്ച് വന്നു പോണതാണ്, സോറി കേട്ടോ. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്, അതിന് സ്ക്വയർ ഇട്ട് കൊടുക്കുകയാണ് വേണ്ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? കിലോഗ്രാം മീറ്റർ സ്ക്വയർ സെക്കൻഡ് റേസ് ടു -2. അപ്പോൾ ഇത് കറക്റ്റാണ്. അപ്പോൾ ആദ്യത്തെ തെറ്റാണ്, രണ്ടാമത്തേത് കറക്റ്റാണ്. ഇത് കറക്റ്റാണെന്ന് വെച്ച് ബാക്കിയുള്ളത് നോക്കാതിരിക്കരുത് കേട്ടോ. ബാക്കിയുള്ളത് നോക്കി. സി നോക്കാം. സി എന്താണ്? MA ആണ്. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പോൾ ഇതല്ല എന്തായാലും, കാരണം ഈ മീറ്ററിൻ്റെ മുകളിൽ പവർ 2 ഉണ്ട്. അപ്പം സി തെറ്റാണ്. ഡി നോക്കിയേ. ഡിയും ബിയും സെയിം എന്താണ്, അവരുടെ യൂണിറ്റ് സെയിം ആയിരിക്കും. കാരണം അവരുടെ അവരിൽ ഈ രണ്ട് ഓപ്ഷനിലും വന്നിട്ടുള്ള നമ്പേഴ്സാണ് മാറ്റമുള്ളത്. പക്ഷെ അവരുടെ ക്വാണ്ടിറ്റി സെയിം അല്ലേ, അതുകൊണ്ട് അവരുടെ യൂണിറ്റും സെയിം ആയിരിക്കും. അപ്പോൾ ഡീൻ്റെ യൂണിറ്റും കിലോഗ്രാം മീറ്റർ സ്ക്വയർ സെക്കൻഡ് റേസ് ടു -2 ആയിരിക്കും. ഇ എന്ന് പറയുന്നത് എന്തായാലും തെറ്റാണ്. കാരണം ഒരിക്കലും രണ്ട് ക്വാണ്ടിറ്റീസിനോ ഒന്നിച്ച് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഓപ്ഷൻ ഇ എന്തായാലും തെറ്റാണ്. ഇനി നമ്മുടെ സംശയം എ ആണോ ബി ആണോ എന്നാണ്. അപ്പോൾ എ ആണോ ബി ആണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കൈനറ്റിക് എനർജീൻ്റെ ഇക്വേഷൻ നിങ്ങൾ ആദ്യം തന്നെ ഹാഫ് mv² എന്ന് പഠിച്ചു വെക്കണം. ഇതല്ലാത്ത വേറെ ഏതെങ്കിലും ഇക്വേഷൻ ആണെങ്കിൽ അത് തെറ്റാണ്. ഇതാണ് ശരി. അല്ലാതെ 3/16 mv² അല്ല. കൈനറ്റിക് ഇങ്ങനെ ഇക്വേഷൻ കണ്ടാൽ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും ബി ആൻഡ് ഡി ആർ കറക്റ്റ് എന്ന് പറയും. പക്ഷെ അത് തെറ്റാണ്. ബി മാത്രമേ കറക്റ്റ് ഉള്ളൂ, ഡി തെറ്റാണ്. കാരണം ഡീൻ്റെ അവിടെ വന്നിട്ടുള്ള നമ്പറിൽ തെറ്റുണ്ട്. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ചെറിയ ചെറിയ ക്ലാസ്സുകളിലൊക്കെ. അപ്പോൾ നിങ്ങളെ ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചതാണ്. ഇനി അറിയില്ലെങ്കിൽ നിങ്ങൾ ഈ യൂണിറ്റ് വെച്ചിട്ട് നോക്കുമ്പോൾ ഈ നമ്പർ ഒന്ന് നിങ്ങൾ നോക്കണം കേട്ടോ. ജസ്റ്റ് നമ്പർ നോക്കാണ്ട് നിങ്ങൾ ആൻസർ എഴുതി പോകരുത്, തെറ്റിപ്പോകും. വെറുതെ മാർക്ക് പോക്കണ്ട, നല്ല ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ മെത്തേഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഡെഡ്യൂസിങ് റിലേഷൻ എമംഗ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീൻ്റെ റിലേഷൻ നമുക്ക് ഒരു സംഭവം തന്നിട്ടുണ്ടെങ്കിൽ, കുറേ കോമ്പൗണ്ടുകൾ കുറേ ക്വാണ്ടിറ്റീസ് തന്നിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ടൊരു റിലേഷൻ ഉണ്ടാക്കുകയാണ് വേണ്ടി, പുതിയൊരു ആളെ നമ്മൾ ഉണ്ടാക്കുകയാണ് വേണ്ടി. ഇപ്പം ഈ ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമുക്ക് ഇതങ്ങ് പഠിച്ചെടുത്താൽ മതി. വേറൊന്നുമില്ല, നല്ല ഈസിയാണ്, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നല്ല സിമ്പിളായിട്ടുള്ളൊരു സെക്ഷനാണിത്. ഓക്കെ, ക്വസ്റ്റ്യൻ വായിച്ചേ. കൺസിഡർ a simple pendulum having bob attached to a string that oscillate under the action of force of gravity. Suppose that period of oscillation of simple pendulum depends on its length, mass of the bob, acceleration due to gravity. Derive the expression to period. ഇതിൻ്റെ ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ടൈം ഡിപ്പെൻസ് ഓൺ ഡെൻസിറ്റി നമുക്ക് റോ എന്ന് എഴുതാം കേട്ടോ. ഡെൻസിറ്റിയും അതുപോലെ തന്നെ ആരെയാ, ഡെൻസിറ്റി അല്ലല്ലോ, ടൈം ഡിപ്പെൻസ് ഓൺ ആരെയാണ്, ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡിപ്പെൻഡ് ചെയ്യുന്നവരൊക്കെ നമ്മൾ എങ്ങനെ എഴുതണമെന്നോ, T proportional to L raised to A, M raised to B, G raised to C. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എല്ലിനെ നമ്മൾ ഡയമെൻഷനലി എഴുതി L raised to A. അപ്പോൾ ഒരു ഈക്വൽ ടു ആക്കി കളിട്ടോ. മാസ് അല്ലേ, മാസ് M raised to B എന്ന് എഴുതി. G ആണെങ്കിലോ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്, അപ്പം LT raised to -2 ആണ്, അതിനെ raised to C എന്നും എഴുതി. ഇനി
ഒരു മിനിറ്റ്, സി എന്നും എഴുതി. ഇനി ഇതിൽ ടൈമിൻ്റെ പവർ എന്താണ്? 1 ആണ് അല്ലേ? ടൈം റേസ് ടു 1 അല്ലേ ടൈം പീരീഡ്? അപ്പം ഇതൊക്കെ നമ്മൾ മാച്ച് ചെയ്യാണ് വേണ്ടത്. അപ്പം എം റേസ് ടു എം ഉള്ളതാൾ എപ്പോഴും ആദ്യം എഴുതി വെക്കാറ്. അപ്പം എം റേസ് ടു ബി മാത്രമേ ഉള്ളൂ. ഇനി എല്ലിൻ്റെ കൂടെയുള്ള ആൾക്കാരാരാ? എൽ റേസ് ടു എ ഉണ്ട്, പിന്നെ ഇവിടെ ഒരു എൽ റേസ് ടു സിയും ഉണ്ട്. അപ്പം പ്ലസ് സി. നിങ്ങൾ പഠിച്ചിട്ടില്ലേ മാത്സിൽ ഒരു 2 ക്വാണ്ടിറ്റീസ് പവറിൽ വന്നാൽ ഞാൻ പറഞ്ഞുതരാം. 2 ക്വാണ്ടിറ്റീസ് പവറിൽ വന്നാൽ എ റേസ് ടു എം ഇൻറ്റു ബി റേസ് ടു എൻ വന്നാൽ എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ വന്നാൽ നമ്മൾക്ക് എ റേസ് ടു എ ആണ് കേട്ടോ, ഇത് എ റേസ് ടു എം പ്ലസ് എൻ എന്ന് എഴുതാം. ഇങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ. അതാണ് നമ്മൾ അവിടെ യൂസ് ചെയ്തത്. എന്ത്? എല്ലിൻ്റെ മുകളിലുള്ള എല്ല് കോമൺ ആണ്. ഇവിടെ ഒരു എല്ലുണ്ട്, ഇവിടെ ഒരു എല്ലുണ്ട്. ഈ എല്ല് നെഗറ്റീവ് ഒന്നുമില്ല കേട്ടോ. ഈ എല്ലിൻ്റെ പവറാണ് ഈ സി. ഇത് കണ്ടോ, ഒരു ബ്രാക്കറ്റ് ഉണ്ട് ഇവിടെ. അപ്പോൾ എല്ലിൻ്റെ പവറാണ് സി. അപ്പോൾ എ പ്ലസ് സി എന്ന് എഴുതാം. ഇനി നമുക്ക് ടി ഉണ്ട്. ടീൻ്റെ പവർ എന്താ? ടി റേസ് ടു -2c ഉണ്ട്. 2 മാത്രമല്ല 2c ഉണ്ട്. അപ്പം എന്തൊക്കെ ഉണ്ട് നോക്കിയേ, നിങ്ങൾ പറഞ്ഞേ. എം റേസ് ടു ബി ഉണ്ട്, എൽ എ പ്ലസ് സി ഉണ്ട്, അതുപോലെ ടി റേസ് ടു -2c ഉണ്ട്. പക്ഷേ അപ്പുറത്തെ സൈഡിൽ നമുക്ക് ടി മാത്രമേ ഉള്ളൂ. അപ്പം എമ്മിൻ്റെ പവർ നമ്മൾ 0 ആയിട്ട് എടുക്കുക. 0 = ബി. ഓക്കെ. ഇനി അടുത്തത് എൻ്റെ പവറും ലെങ്ത്. അപ്പം എന്താണ്? ഇവിടെ നമ്മൾ എം റേസ് ടു 0, എൽ റേസ് ടു 0, ടി റേസ് ടു 1 ഇങ്ങനെ എഴുതാം. കാരണം കൂടുതലും നമ്മൾ പവർ എം എൽ ടി ആ ഒരു ഓർഡറിലാണ് എഴുതുക. അപ്പോൾ എമ്മിന് പവറില്ല, ഇവിടെ എം ഉണ്ട്, അതുകൊണ്ട് എമ്മിന് പവറില്ല. എമ്മിൻ്റെ പവർ 0, അപ്പോൾ 0 ആണ് ബി. ഇനി ലെങ്ത്തിൻ്റെ പവറും 0 ആണ്. അപ്പം ലെങ്ത്തിൻ്റെ കൂടെയുള്ള ആൾക്കാരെ ഇവിടെ അങ്ങ് എഴുതി കൊടുക്കാം, എ പ്ലസ് സി. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്നത് എന്തായിരിക്കും? -c ആയിരിക്കും. അപ്പം നമുക്ക് അടുത്ത ലാസ്റ്റ് ആയിട്ടുള്ള ടീൻ്റെ എഴുതാം. ടീൻ്റെ പവർ 1 ആണ്. ഇവിടെ 1 ആണ് ടീൻ്റെ പവർ, 1 ആണ്. ഇവിടെ ടീൻ്റെ പവർ -2c ആണ്. അപ്പം ഇവിടെ നമുക്കറിയാം എന്ത്? അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? സി എന്ന് പറഞ്ഞാൽ എന്താ? -1/2c ആണ്. ഓക്കെ. അപ്പം -1/2c ആണ്. ആര്? സി എന്ന് 2 ആണ്. ആര്? സി എന്ന് പറഞ്ഞാൽ. അപ്പോൾ എക്ക് നമ്മൾ എന്തായിരിക്കും? ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് 1/2 ആയിരിക്കും. അപ്പം നമ്മൾക്ക് അവസാനം നമ്മളോട് എന്താണ് ചോദിച്ചത് നോക്കിയേ. ഒരു എക്സ്പ്രഷൻ എഴുതാനാണ് നമ്മളോട് പറഞ്ഞത്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ ഇക്വേഷനും വെച്ചിട്ട് നമുക്ക് എഴുതാം. ടി = എമ്മിന് പവർ ബി 0 ആയിപ്പോയി. അപ്പം ബി ഇല്ല. പിന്നെ ഈ 1/2 എന്ന് പറഞ്ഞാൽ നമ്മൾ അധികം റൂട്ടാണ് എഴുതാറ്. 1/2 പറഞ്ഞാൽ റൂട്ടാണ്. ഇവിടെ ഒരു കെ എഴുതണം, കോൺസ്റ്റൻറ്റ് കെ. നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി ആയിരുന്നു. പ്രൊപ്പോർഷണാലിറ്റി = ആണെങ്കിൽ ഒരു കോൺസ്റ്റൻറ്റ് വരണം. അതുകൊണ്ട് നമ്മൾ കെ എന്നാണ് എഴുതാറ്. പിന്നെ ഇതിൽ സീൻ്റെ എന്ന് പറഞ്ഞാൽ സി ആരുടെ കൂടെയുള്ള ആളാണ്? ഗ്രാവിറ്റി, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലേ. അപ്പോൾ ജീൻ്റെ പവറിൽ നെഗറ്റീവ് ഉള്ളതുകൊണ്ട് അയാൾ താഴെയാണ് എഴുതാറ്. പിന്നെ നമ്മളുടെ നിങ്ങൾ നോക്കിക്കോളി, ഞാൻ പറഞ്ഞുതരാം. സീൻ്റെ പവർ ഇതല്ലേ, അതുപോലെ എമ്മിന് പവർ ഇല്ല. ബി 0 ആയതുകൊണ്ട് ഇത് പോയി. പിന്നെ എ ആരാണ്? എൽ അല്ലേ. ലെങ്ത്ത് നമ്മൾ എങ്ങനെയാണ് എഴുതിയത്? ലെങ്ത്തിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ എ ആണ്. എ എന്താണ്? സീൻ്റെ നെഗറ്റീവ് ആണ്. സി മൈനസ് ആണെങ്കിൽ എ പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫോർമുല. ഇനിയിപ്പം നമ്മൾ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഈ കെൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ടി = 2π/√L/g. ഇതാണ് സത്യത്തിലുള്ള ഇതിൻ്റെ ഇക്വേഷൻ, ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ. ഇനി നമ്മൾക്ക് കുറച്ച് പ്രീവിയസ് ആയിട്ടുള്ള പ്രോബ്ലം ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒന്ന് ഞാനൊരു ഐഡിയ പറഞ്ഞു തന്നിരുന്നേ ഉള്ളൂ. നിങ്ങൾ പ്രോബ്ലം സോൾവ് ചെയ്തേക്ക്, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി വെച്ചേക്ക് കേട്ടോ ഒന്ന്. അപ്പോൾ ആദ്യം തന്നെ മെക്കാനിക്കൽ പവർ ഇസ് റെപ്രസെൻറ്റഡ് ബൈ
പവർ എന്ന് പറയുന്നത് ഫോഴ്സ് എഫ് വി പ്ലസ് എ വി ക്യൂബ് ഇൻറ്റു റോ എന്നാണ്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എം വി സ്ക്വയറും അതുപോലെ എം എയും ആഡ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് ആഡ് ചെയ്യാൻ പറ്റാത്ത എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ നമുക്കത് ചെയ്താൽ കിട്ടുന്ന ആൻസർ ഡയമെൻഷനലി തെറ്റായിരിക്കും. ഡിഫറെൻറ്റ് ഡയമെൻഷനുള്ള ആൾക്കാർ ഡയമെൻഷൻ വെച്ചിട്ട് പറയുമ്പോൾ നമുക്ക് ആ ഒരു കോമ്പൗണ്ട് തെറ്റായിരിക്കും കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഉള്ള ഒരു എക്സാമ്പിളിൽ 2 ആഡ് ചെയ്തപ്പോൾ നമ്മൾ ഇതാക്കാണ്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾക്ക് പവർ എന്ന് പറയുന്നത് പവറിൻ്റെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഓക്കെ, ഡയമെൻഷണൽ ഫോർമുല ഓഫ് പവർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് കണ്ടുപിടിച്ചാൽ മതി. ഇത് കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾ ഇത് ഒരാളെ മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഫോഴ്സിൻ്റെ എന്താണ് ഡയമെൻഷണൽ ഫോർമുല? എം സ്ക്വയർ ഇല്ല കേട്ടോ, ML സ്ക്വയർ ഇല്ല. എം പവർ എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി പ്ലസ് AV ക്യൂബ് റോ ആണ്. ഇത് മാത്രം കണ്ടാൽ നമുക്ക് പവറിൻ്റെ ഡയമെൻഷണൽ ഫോർമുല കിട്ടും. ഫോഴ്സിൻ്റെ ഡയമെൻഷണൽ ഫോർമുല MLT⁻²- ആണ്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ LT⁻−1 ആണ്. ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്ത ML² T⁻−3. ഇതാണ് ആരുടെ ഡയമെൻഷണൽ ഫോർമുല? പവറിൻ്റെ ഡയമെൻഷണൽ ഫോർമുല. എന്നെ ചോദിക്കട്ടെ, to check the dimensional validity of above equation, ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? LHS = RHS ആണ് ചെയ്യേണ്ടത്. LHS = RHS. അപ്പം നിങ്ങൾ ഇതിൻ്റെ ഡയമെൻഷനും ഒക്കെ വെച്ചിട്ട് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾ എവിടെയെങ്കിലും ബുക്കിലൊക്കെ നോക്കിയിട്ട് ML²T⁻3 ആയിരിക്കും പവർ. അത് നിങ്ങൾ ഇങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്നറിയോ? ഇതെന്നെ ഇപ്പുറത്ത് എഴുതുക. പവറിൻ്റെ ഡയമെൻഷണൽ ഫോർമുല ഇതാണ്. അതുപോലെ ഇപ്പുറത്ത് RHS = Fൻ്റെ ഡയമെൻഷണൽ ഫോർമുല ഇതാണെന്ന് എഴുതുക. അപ്പോൾ രണ്ടും ഈക്വൽ ആണ്. ദെർഫോർ LHS = RHS അങ്ങനെ എഴുതി വെച്ചാൽ മതി. ഒരു ട്രിക്ക് വെച്ചിട്ട് അങ്ങനെ എഴുതിയാൽ മതി. പിന്നെ ചോദ്യം നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇക്വേഷൻസ് കാൺ ബി ഒബ്റ്റെയിൻഡ് ബൈ ഡയമെൻഷണൽ മെത്തേഡ്? ഇത് ഡയമെൻഷണൽ മെത്തേഡ് വെച്ചിട്ട് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. നമ്മൾ പ്രൂവ് ചെയ്തു. ഇതും ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. നിങ്ങൾ ചെയ്താൽ കിട്ടും. ഇതും പറ്റും. പക്ഷേ ഇത് പറ്റില്ല. കാരണം പവർ ഇങ്ങനെ റേസ് ടു വരുന്നത് നമ്മൾക്ക് ഡയമെൻഷണൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റൂല. ഇത് നമുക്ക് അങ്ങനെ കിട്ടൂല കേട്ടോ. പവറുള്ള സാധനങ്ങൾ നമുക്ക് ഡയമെൻഷനലി പ്രൂവ് ചെയ്യാൻ പറ്റൂല. ബാക്കിയൊക്കെ നമുക്ക് ഡയമെൻഷനലി പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത പിക്ക് ഔട്ട് ദ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഫ്രം ദ ഫോളോയിങ്. ഇതിൽ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ആരാ? സെക്കൻഡ് ഉണ്ട്, മീറ്റർ പെർ സെക്കൻഡ് ഉണ്ട്, ന്യൂട്ടൺ ഉണ്ട്, ജൂൾ ഉണ്ട്. ഇതിൽ 7 ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ഉണ്ടായിരുന്നു. ലെങ്ത് ഉണ്ട്, മാസ് ഉണ്ട്, ടെമ്പറേച്ചർ ഉണ്ട്, ടൈം ഉണ്ട്, കറണ്ട് ഉണ്ട്, അതുപോലെ നമ്പർ ഓഫ് മോൾസ് ഉണ്ട്, പിന്നെ ലൂമിനസ് ഇൻറ്റൻസിറ്റി ഉണ്ട്. അപ്പോൾ അതിൽ പെട്ടത് ആരാണ്? സെക്കൻഡ്. ഓക്കെ, അടുത്തത് വെലോസിറ്റി ഓഫ് സൗണ്ട് ഡിപ്പെൻഡ്സ് ഓൺ ഡെൻസിറ്റി and the modulus of elasticity. Dimensional formula of E is ML⁻⁻1 T⁻². State the principle of homogeneity. Principle of homogeneity എന്താണ് നിങ്ങൾ അന്നപ്പം സ്റ്റേറ്റ് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്താ പറയേണ്ടത്? It's the equation or extremely useful for checking correctness of the equation if all the terms are not same, equation is wrong. അങ്ങനെ നിങ്ങൾ എന്ത് എഴുതിയാതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ചെക്കിംഗ് ദ കറക്റ്റ്നെസ് ഓഫ് ഇക്വേഷൻ വേർ LHS = RHS അങ്ങനെ എഴുതിയാൽ മതി. യൂസിങ് ദ പ്രിൻസിപ്പിൾ എബവ് റൈറ്റ് എക്സ്പ്രഷൻ ഫോർ വെലോസിറ്റി ആണ് ചോദിച്ചത്. അപ്പം നമുക്ക് എന്ത് എഴുതാമെന്ന് വെച്ചാൽ K ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കോൺസ്റ്റന്റ് കൊടുക്കണമെന്നത് 1 ആയിട്ട് കൊടുത്താൽ മതി. വെലോസിറ്റി എന്താണ്? വെലോസിറ്റി LT⁻−1 ആണ്. LHS കിട്ടി. ഇനി RHS നമ്മൾ കണ്ടുപിടിക്കണം. RHS തന്നെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ഡെൻസിറ്റിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ρ⁻7 തന്നിട്ടുണ്ട്. ഇലാസ്റ്റിസിറ്റി E⁻B തന്നിട്ടുണ്ട്. ഡെൻസിറ്റിൻ്റെ ഡയമെൻഷണൽ ഫോർമുല ML⁻3 ആണ്.
കാരണം ഡെൻസിറ്റി പറഞ്ഞാൽ മാസ് ബൈ വോള്യൂം ആണ്. ml⁻³ ഹോൾ റേസ് ടു a കൊടുക്കണം, കാരണം പവർ a ആണ്. ഇലാസ്റ്റിസിറ്റിൻ്റെ ഡയമെൻഷണൽ ഫോമിൽ ഇവിടെ തന്നിട്ടുണ്ട്. ml⁻⁻1 t⁻², ഹോൾ റേസ് ടു b ആണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? എല്ലാം മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതൂ. m⁻a, l⁻⁻3a, m⁻b, l⁻⁻b, t⁻²b. 2b ആണ് കേട്ടോ, നിങ്ങൾ കാണുന്നില്ല, ഞാൻ നെക്സ്റ്റ് പേജ് എടുക്കാം. എങ്ങനെയാണ്? m⁻a, പിന്നെന്താണ് l⁻⁻3a, l⁻⁻3a, പിന്നെന്താണ് m⁻b, l⁻⁻b, m⁻b, l⁻⁻b, പിന്നെ t⁻²b. ഇതാണ് ലെഫ്റ്റ് സൈഡിലുള്ളത്. റൈറ്റ് സൈഡിൽ നമുക്കറിയാം, റൈറ്റ് സൈഡിലുള്ളത്. ലെഫ്റ്റ് സൈഡിൽ LT⁻⁻1 ആണെന്നറിയാം. ഇതിൽ എല്ലിൻ്റെ പവർ 1 ആണ്. അപ്പം മാസിൻ്റെ പവർ എന്താണ്? 0 ആണ്. അപ്പോൾ ഇവിടെ അതുകൊണ്ട് നമ്മൾ എഴുതി വെക്കാം, ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. അപ്പം മാസ് 0 ആണ്. മാസിൻ്റെ m × a+b എന്ന് എഴുതാം. അപ്പം ഈ a+b = 0 ആയി, കാരണം മാസിൻ്റെ പവർ 0 ആണ്. അപ്പം a+b 0 ആയി. അപ്പം a എന്താണ്? -b ആയിട്ട് മാറി. ഇനി അടുത്തതെന്ന് പറയുന്നത് l⁻⁻3a -b ആണ്. അപ്പം നമുക്ക് ഇവിടെ ലെങ്ത്തിൻ്റെ പവർ l ആണ്. അപ്പം -3a - b = 1 എന്ന് എഴുതാം. അപ്പം നമുക്ക് എന്തെഴുതാം? -3a, ഇവിടെ a = -b എന്ന് കിട്ടിയില്ലേ? അപ്പം -3a + b എന്ന് എഴുതാം. സോറി +a എന്ന് എഴുതാം. +a എന്നാട്ടോ എഴുതേണ്ടത്. -b എന്ന് പറഞ്ഞാൽ +a എന്നല്ല, അപ്പോൾ =1. അത് ഞാനൊന്നുകൂടി മായ്ച്ചിട്ട് എഴുതി തരാം. +a എന്നാണ്. അപ്പം -3a + a എന്ന് പറഞ്ഞാൽ -2a = 1 ആണ്. അപ്പോൾ a എന്ന് പറഞ്ഞാൽ -1/2 ആണ്. a -1/2 ആണെങ്കിൽ b +1/2 ആയിരിക്കും. ഇനി മൂന്നാമത്തെ ആൾ എന്ന് പറഞ്ഞാൽ t⁻⁻1 ആണ്. ഇവിടെ tക്ക് പവർ ഒന്നുമില്ല. അപ്പം നമുക്ക് എന്തെഴുതാം? -2b = -1 ആണ്. അപ്പം നമുക്ക് b = 1/2 എന്ന് എഴുതാം. b 1/2 നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഇക്വേഷൻ എഴുതാം. എങ്ങനെയാണ്? v = 1/2 ആണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്, റൂട്ടാണ് വരിക. അപ്പം ബീൻ്റെ കൂടെയുള്ള ആരായിരുന്നു നോക്കി? ബീൻ്റെ കൂടെ നമ്മൾ കൊടുത്തിട്ടുള്ളത് ആരാ? ബീൻ്റെ കൂടെ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇ ആണ്. അപ്പം ഇനെ നമ്മൾ എന്ത് ചെയ്യാം? മുകളിൽ എഴുതാം. ഇനെ മുകളിൽ എഴുതാം. അപ്പം നെഗറ്റീവ് ഉള്ളത് എക്കാണ്. എക്ക് നെഗറ്റീവ് ഉണ്ട്, കണ്ടോ? ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഡെൻസിറ്റി താഴെ എഴുതാം. ഇതാണ് വെലോസിറ്റിൻ്റെ ഡയമെൻഷണൽ ഫോർമുല. ഓക്കെ, ഇനി ഒന്നും കൂടെ ഞാൻ തോന്നുന്നുള്ളത്, അതുകൂടി കഴിഞ്ഞു. അപ്പം ഈ ഒരു സെക്ഷൻ കഴിഞ്ഞു കേട്ടോ. ഇത് നോക്കിക്കേ. ഡയമെൻഷണൽ മെത്തേഡ് ഹെൽപ്സ് ഇൻ കൺവേർട്ടിങ് യൂണിറ്റ്സ് ഫ്രം വൺ സിസ്റ്റം ടു അനദർ. ഒരു സിസ്റ്റത്തിൽ നിന്ന് അനദർ സിസ്റ്റത്തിലോട്ട് മാറ്റാൻ ഡയമെൻഷണൽ മെത്തേഡ് യൂസ്ഫുൾ ആണ്. പ്രിൻസിപ്പിൾ യൂസ്ഡ് ഫോർ എബോവ്സ്. പ്രിൻസിപ്പിൾ ഏതാണ്? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ആണ്. നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് 1 Newton = 105 അല്ല, 10⁵ ഡൈൻ എന്നാണ്. 1 Newton എന്ന് പറയുന്നത് 10⁵ ഡൈൻ എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഡൈൻ എന്ന് പറയുന്നത് CJ സിസ്റ്റമാണ്. അപ്പം MK സിസ്റ്റത്തിൽ 1 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എന്താ? മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് എങ്ങനെ എഴുതാം? 1 Newton = എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ എങ്ങനെ എഴുതാം? 1 ന്യൂട്ടൺ എന്ന് പറയുന്നത് MKസിൽ നമ്മൾ എന്തെഴുതുക? കിലോഗ്രാം m/s² ആണ്. സെൻറ്റിമീറ്ററിൽ നമ്മളെങ്ങനെ എഴുതുക? ഗ്രാം cm/s² ആണ്. ഈ സെക്കൻഡ് സ്ക്വയറും ക്യാൻസൽ ചെയ്തു. കളർ മാറ്റിയിട്ട് ക്യാൻസൽ ചെയ്യാം. സെക്കൻഡ് സ്ക്വയറും ക്യാൻസൽ ചെയ്തു. മീറ്ററും ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഒരു സെൻറ്റി ഉണ്ട് അവിടെ. ഗ്രാമും ക്യാൻസൽ ചെയ്തു.
അപ്പോൾ ഇവിടെ 10⁻³ ഉണ്ടാകും. കിലോ എന്ന് പറഞ്ഞാൽ 10⁻³ ആണ്. സെൻറ്റി എന്ന് പറഞ്ഞാൽ 10⁻² ആണ്. ഈ -2 മുകളിലോട്ട് പോകുമ്പോൾ 10⁵ ആണ്. അപ്പം നമുക്ക് എന്ത് കിട്ടി? 1 ന്യൂട്ടൺ ഈക്വൽ ടു 10⁵ ഡൈൻ എന്ന് കിട്ടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ. ഈ 2 ചാപ്റ്റർ വളരെ ഈസി ആയിട്ട് പഠിക്കേണ്ടതാണ്. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, നല്ലോണം സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.